ഇവിടെ വേറെ ചെയർമാന്റെ മരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഡിലേ ആക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഇത് പ്യൂർലി ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവിടെയും ഇവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലയൻസിനൊന്നും ഒരിക്കലും അവരുടെ ആ ആശങ്കകളുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ലെന്ന് ഞാൻ പറയാം. ബാംഗ്ലൂരാണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ചെയർമാനാണ് നോക്കിയിരുന്നത്. അപ്പം ആ ഒരു പുള്ളിയുടെ വിയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പക്ഷെ അവിടെ അപ്പാർട്ട്മെന്റുകളെല്ലാം അദ്ദേഹം പ്രോജക്റ്റുകളെല്ലാം തീർത്തു. 2 ടവറിന്റെ പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. അതൊരു 2 മാസത്തിനുള്ളിൽ തീർന്ന് അതെല്ലാം തീർന്നു. അപ്പോൾ അവിടെയുള്ള ക്ലയൻസിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല. പിന്നെ അദ്ദേഹം തിരിഞ്ഞു പോകുന്നത് 3 വർഷം മുമ്പ് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പോകുന്നത്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട്, MD നിങ്ങൾ ഇത് നിർത്തൂടെ, എന്നിട്ട് മാസ്റ്റർ ഡെവലപ്പർ ആവൂ, സ്ഥലം മേടിക്കൂ, ജോയിന്റ് ഡെവലപ്മെന്റ് വേണ്ടി കൊടുക്കുക, എസ്ക്രോ അക്കൗണ്ട് വഴി പൈസ എടുക്കുക, ഒരു തലവേദനയില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല. അങ്ങനെ അവിടെ 10 ഏക്കർ 20 ഏക്കർ 50 ഏക്കർ 100 ഏക്കർ വരെ വാങ്ങിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയുള്ള ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഡെവലപ്പറാണ്, നമ്മളല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും വളരെയധികം സുരക്ഷിതമാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടും.